വീണ്ടും വാർത്തകളിലേക്ക്. നബിദിനാഘോഷങ്ങളുടെ ഭാഗമായി സുന്നി കോർഡിനേഷൻ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കയ്പമംഗലം 3 പീടികയിൽ മധുഹുർ റസൂൽ കോൺഫറൻസ് സംഘടിപ്പിച്ചു. മറവന ഇബ്രാഹിംകുട്ടി മുസ്ലിയാർ കോൺഫറൻസ് ഉദ്ഘാടനം ചെയ്തു. PK ബാബദാരിമി ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു. സയ്യിദ് ഉമറുൽ ഫാറൂഖ് അൽ ബുഖാരി പോസോട്ട് പ്രവാചക പ്രകീർത്തന സദസ്സിന് കൂട്ടപ്രാർത്ഥനയ്ക്കും നേതൃത്വം നൽകി. ചേരൂർ അബ്ദുല്ല മുസ്ലിയാർ മുഖ്യ പ്രഭാഷണം നടത്തി. സയ്യിദ് സൈനുദ്ദീൻ സഖാഫി, PMS തങ്ങൾ ബ്രാലം, KSIK തങ്ങൾ, ആറ്റക്കോയ തങ്ങൾ, PSK മൊയ്തു ബാഖവി, KR നസറുദ്ദീൻ ദാരിമി, I മുഹമ്മദ് കുട്ടി സുഹരി എന്നിവരും സംസാരിച്ചു. ദിവസങ്ങൾക്ക് മുമ്പ് സോവിയറ്റ് യൂണിയന്റെ ഭാഗമായിരുന്ന ചെച്ചിനിയൻ ഗവൺമെന്റിന്റെ ക്ഷണപ്രകാരം ഒരു മീലാദ് സമ്മേളനത്തിൽ പങ്കെടുത്ത് തിരിച്ചെത്തിയ ഒരു ചരിത്രം ഞാൻ ഇവിടെ സൂചിപ്പിച്ചു കൊണ്ടുവരുന്നത് കേരളത്തിലെ ഏതെങ്കിലും ചില ഗ്രാമങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഏതോ ചില ന്യൂനപക്ഷത്തിന്റെ ഏർപ്പാടല്ല. ഇത് ലോക മുസ്ലിമീങ്ങളുടെ അത്യുജ്വലമായ ചരിത്രമാണ്. മൗലിദ് സമ്മേളനം എന്ന് സാന്ദർഭികമായി സ്മരിക്കാൻ വേണ്ടി മാത്രമാണ് ഈ കഥ പറയുന്നത്. ചെച്ചിനിയൻ ഗവൺമെന്റിന്റെ മീലാദ് സമ്മേളനത്തിൽ പങ്കെടുത്ത് കേരളത്തിൽ തിരിച്ചെത്തി എറണാകുളത്തും ഇടുക്കിയിലും നടന്ന ഏറ്റവും വലിയ ജനസാന്നിധ്യമുള്ള മീലാദ് സമ്മേളനത്തിൽ പങ്കെടുക്കാൻ വേണ്ടി വന്ന മഹാനായ കാന്തപുരം ഉസ്താദ് വിദേശ നാട്ടിക ഗ്രാമപഞ്ചായത്തിലെ വിദ്യാർത്ഥികൾക്കായി ദ്വിദിന സഹവാസ ക്യാമ്പ് നടത്തി. നാട്ടിക ഗവൺമെന്റ് ഫിഷറീസ് LP സ്കൂളിൽ നടന്ന ക്യാമ്പ് കവി C രാവുണ്ണി ഉദ്ഘാടനം ചെയ്തു. നിങ്ങളെല്ലാവരും ഈ പഞ്ചായത്തിന്റെ വിവിധ സ്കൂളുകളിൽ പഠിക്കുന്ന കുട്ടികളാണ്. നിങ്ങളുടെ സ്കൂളുകളിലെ ഏറ്റവും മിടുക്കന്മാരും മിടുക്കികളുമാണ് നിങ്ങൾ. ആണോ? ആണ്. അങ്ങനെ നാട്ടിക പഞ്ചായത്തിലെ മിടുക്കന്മാരും മിടുക്കികളുമായ കുട്ടികളെ വെച്ചുകൊണ്ടാണ് നമ്മുടെ സഹവാസ ക്യാമ്പ് നടത്തുന്നത്. ഈ ക്യാമ്പിൽ എന്തൊക്കെ നടക്കുന്നത്? ഈ ക്യാമ്പ് എന്തിനു വേണ്ടിയിട്ടാണ്? ഞാൻ നേരത്തെ പ്രസിഡന്റ് പറഞ്ഞത്. ഈ ക്യാമ്പ് എന്തിനു വേണ്ടിയ ക്യാമ്പ്? ഈ നോട്ടീസ് ഒന്ന് വായിക്കണ്ടേ? നോട്ടീസ് വായിച്ചിട്ട് നിങ്ങളത് പറയുന്നതാണ്. കുട്ടികളിൽ പരസ്പര ധാരണ ഉണ്ടാക്കേണ്ടതാണ്. കുട്ടികൾ തമ്മിൽ ഐക്യം ഉണ്ടാക്കുക, മാനസിക ഐക്യം ഉണ്ടാക്കുക. പഞ്ചായത്ത് പ്രസിഡന്റ് അനിൽ പുളിക്കൻ അധ്യക്ഷനായിരുന്നു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീദേവി ഷൺമുഖൻ, VR വിജയൻ, MV വിമൽകുമാർ, ലിജി നിതിൻ, C ശങ്കരനാരായണൻ, MK മോഹനൻ, ബേബി ടീച്ചർ എന്നിവരും സംസാരിച്ചു. എടത്തിരുത്തി ഗ്രാമപഞ്ചായത്തിലെ പട്ടികജാതി വിദ്യാർത്ഥികൾക്കായി ഏകദിന ശില്പശാല സംഘടിപ്പിച്ചു. സോപ്പ് പൊടി, പേപ്പർ ബാഗ് നിർമ്മാണത്തിൽ വിദ്യാർത്ഥികൾക്ക് പരിശീലനം നൽകി. കാളിക്കുടി സ്മാരക സാംസ്കാരിക നിലയത്തിൽ നടന്ന പരിപാടി VK രവീന്ദ്രൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PS ഷാഫി അധ്യക്ഷനായിരുന്നു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വാസന്തി തിലകൻ, വാർഡംഗങ്ങളായ രത്ന ചന്ദ്രൻ, മല്ലിക വാസു, ബൈന പ്രദീപ്, TN തിലകൻ, നിഷ സുരേഷ്, PV സുഷമ എന്നിവരും സംസാരിച്ചു. അധ്യാപകരായ ശ്രീജിത്ത, സുധ, അശ്വതി, ശ്രുതി, ഷിജിത എന്നിവർ കുട്ടികൾക്ക് പരിശീലനം നൽകി. വൈകിട്ട് നടന്ന സമാപന സമ്മേളനത്തിൽ ഉൽപ്പാദിപ്പിച്ച ഉൽപ്പന്നങ്ങളുടെ വിതരണവും ഉണ്ടായിരുന്നു. നാട്ടിക ഗ്രാമപഞ്ചായത്ത് 100 ദിന കർമ്മ പരിപാടിയിലെ അടിയന്തര ഘട്ടങ്ങളിൽ ജനങ്ങൾക്ക് സഹായമെത്തിക്കാൻ സന്നദ്ധ പ്രവർത്തകരുടെ കർമ്മസേന എന്ന പദ്ധതി KPCC ജനറൽ സെക്രട്ടറി MR രാംദാസ് ഉദ്ഘാടനം ചെയ്തു. അനിൽ പുളിക്കൻ അധ്യക്ഷനായിരുന്നു. സ്ഥിരം സമിതി അംഗങ്ങളായ VR വിജയൻ, MV വിമൽകുമാർ, ലിജി നിതിൻ, KP സുഖദാസ്, TK പ്രസാദ്, PM സിദ്ദിഖ്, VD സന്ദീപ് എന്നിവരും സംസാരിച്ചു. ചന്ദ്രാപ്പനി ഹയർ സെക്കൻഡറി സ്കൂൾ ലോവർ പ്രൈമറി ഇംഗ്ലീഷ് മീഡിയം സ്കൂളിന്റെ വാർഷികാഘോഷം ശനിയാഴ്ച നടക്കും. എടത്തിരുത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് AV സതീഷ് ഉദ്ഘാടനം ചെയ്യും. സ്കൂൾ മാനേജർ KK ശങ്കരനാരായണൻ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും. വാർഡംഗങ്ങളായ മല്ലിക വാസു, പ്രധാനാധ്യാപിക VC സുമ, KK സുമതി, TK ഗോപിനാഥൻ, ഗിരീഷ് മാസ്റ്റർ എന്നിവർ സംസാരിക്കും. തുടർന്ന് വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും ഉണ്ടാകും. 3 പീടിക പച്ചാമ്പുള്ളി ശ്രീ സുബ്രഹ്മണ്യ ഭദ്രകാളി മുത്തപ്പൻ ക്ഷേത്ര മഹോത്സവത്തിന് തുടക്കമായി. രാവിലെ വിശേഷാൽ പൂജകൾക്ക് ശേഷം പന്തീരടി പൂജ, നടക്കൽ പറയെടുപ്പ് എന്നിവ ഉണ്ടായിരുന്നു. തുടർന്ന് കാവടിയാട്ടവും, വൈകിട്ട് മുത്തപ്പന്മാർക്ക് രൂപക്കളവും പാട്ടും, രാത്രി ഗാനമേള, ഭദ്രകാളിക്ക് രൂപക്കളവും ഉണ്ടായിരുന്നു. ശനിയാഴ്ച 3 മണിക്ക് പകൽപൂരവും ഉണ്ടാകും.
വീണ്ടും പ്രധാന വാർത്തകൾ. മുഹമ്മദ് നബി കാണിച്ചു തന്ന ജീവിതം തലമുറകളിലേക്ക് എത്തിച്ചു കൊടുക്കേണ്ടത് പണ്ഡിത സമൂഹത്തിന്റെ കടമയാണെന്ന് പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ. മതിലകം BRCയിലെ പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികൾക്കായി ദ്വിദിന സഹവാസ ക്യാമ്പ് നടത്തി. നബിദിനാഘോഷങ്ങളുടെ ഭാഗമായി സുന്നി കോർഡിനേഷൻ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മൂന്നുവീടുകയിൽ മദ്ഹൂർ റസൂൽ കോൺഫറൻസ് സംഘടിപ്പിച്ചു. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.